ചേർത്തലയിൽ കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പ്രവർത്തകനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പോലീസിനെ DYFI SFI പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. എൻ്റെ ഒരു പ്രണവ്, ഞാൻ ഇവിടെ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർത്തല സ്റ്റേഷനിൽ പോയതായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് പോയതാണ്. അപ്പം SI അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. വേറൊരു കേസിൻ്റെ കാര്യത്തിലാണ് എന്നെ അവിടെ വിളിപ്പിച്ചത്. നേരത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് NSS കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ചുണ്ടായ കുറച്ച് വിഷയത്തിന് വേണ്ടി പണ്ടുണ്ടായിരുന്ന കേസ് ഇപ്പം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിൽ പോലീസുകാർ എടുത്തുണ്ട്. വീട്ടിൽ അമ്മേനെത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീട്ടിൽ അങ്ങനെ ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ വീട്ടിലില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പേടിച്ചിട്ട് ഇന്ന് എന്നെ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഈ കേസിന് അപ്പയർ ചെയ്തിട്ടുണ്ട്, അവിടെ ഒപ്പിട്ടിട്ട് പോയതല്ലേ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവൻ വേറെ ഏതോ കേസിന് വണ്ടി ഹാജരാക്കാനുണ്ട്, ഇവനെ വിടണ്ട, ഇവന് എന്താണ് റിമാൻഡ് ചെയ്തേക്കാന്നും പറഞ്ഞ് വന്നിട്ട് ആ സ്റ്റേഷൻ്റെ ഗേറ്റ് അങ്ങോട്ട് കൂട്ടിക്കളഞ്ഞു അകത്തുനിന്ന്. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാനാ, നമുക്ക് നിസ്സഹായനല്ലേ, സ്റ്റേഷനിൽ പിടിച്ചിട്ട് അവർ ചുറ്റിന് നിൽക്കുന്നു. ഞാൻ പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിനെ ഇരുത്തുന്ന, ഇതിൽ ഞാൻ അപ്പിയർ ചെയ്തതാണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഈ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിൽ വേറെ രീതിയിലൊന്നും നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല. പോലീസുകാരോടാണെങ്കിലും ബഹുമാനിച്ചിട്ടൊക്കെ നിന്നിട്ടുള്ളൂ. വേറെ കഴിഞ്ഞിടയ്ക്ക് ഒരു കേസിൻ്റെ ഇതുമായിട്ട് ഈ പോലീസുകാരോട് ചേർത്തല സ്റ്റാൻഡിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ ഇതിൽ ഇവർക്ക് നമ്മളെ അന്ന് ഉപദ്രവിക്കാൻ പറ്റിയില്ല, സത്യം പറഞ്ഞു. അതിൻ്റെ പകതീർത്തായിരിക്കാം. പിന്നെ ആ കേസിൽ എൻ്റെ അച്ഛൻ്റെ വണ്ടി ആ കേസിൽ ഇവർ പ്രതി ചേർത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ് ഞാൻ ജയിലിൽ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നായിരുന്നു. അതിൽ അപ്പോൾ ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിലില്ല. വണ്ടി ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞ് എൻ്റെ വണ്ടി ഇല്ല, ഞാൻ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കാറില്ല, അച്ഛൻ്റെ വണ്ടിയാണ് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ അത് കേൾക്കാൻ മനസ്സുണ്ടാകുന്നില്ല. അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ആ SI എന്നെ ആ റൂമിൽ കയറ്റിയിട്ടിട്ട് നല്ല ഉപദ്രവിച്ചു, നല്ല തെറിയും പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിളിച്ച് കാര്യം ആരോടെങ്കിലും അറിയിക്കണ്ടേ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ആൻ്റണി നടന്നു വന്നത് കോൺസ്റ്റബിളാണ്. ഫോണിങ്ങോട്ട് കടാ എന്ന് പറഞ്ഞ് തെറിയും പറഞ്ഞ് എൻ്റെ ഫോണെ കുത്തിപ്പിടിച്ചിട്ട് ഫോണും പിടിച്ച് മേടിച്ചുകൊണ്ട് പോയി. ഞാൻ അപ്പോഴും ചോദിക്കുന്നത് ഇതാ, ഞാൻ എന്ത് ചെയ്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പിടിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് അവരത് പറയാനും അറിയില്ല. പിന്നെ ഇങ്ങോട്ട് ജീപ്പിലാണ് കൊണ്ടുവന്നത്. ജീപ്പിൽ കൊണ്ടുവന്ന വഴി 2-3 എണ്ണം തന്നു. പിന്നെ കിടത്തിട്ട് പോയോ? ഇവിടെ കിടത്തിയിട്ട് അവർ പോയി കളഞ്ഞു. അവന് കുഴപ്പമൊന്നുമില്ല. ഞാനപ്പം ഡോക്ടറിനോട് ഇവർ പോലീസുകാർ അടുത്തുള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് വയ്യ, തല ഇറങ്ങി. ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞു അവരോട്, സാർ എനിക്ക് തല ഇറങ്ങി, രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ പൊക്കോട്ടെ എന്നെ എന്തിനു പിടിച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് ഇവർ ഒന്നും സമ്മതിക്കുന്നില്ല. നീ അവിടെ ഇരിക്കട എന്ന് പറഞ്ഞു. രാവിലെ കൊണ്ടുവന്നോ? ഉച്ചയ്ക്ക് വന്നതാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാണ്ടായിരുന്നു ഇറങ്ങി. എന്നിട്ട് പിന്നെ ഇപ്പം ഇവിടെ കൊണ്ടാക്കിയിട്ട് അവർ പോയി. ഞാൻ പിന്നെ ഡോക്ടറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. SFI മുൻ ഏരിയ കമ്മിറ്റി അംഗം പള്ളിപ്പുറം സ്വദേശി പ്രണവിനെയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചേർത്തല NSS കോളേജിൽ നടന്ന അടിപിടി കേസിന്റെ പേരിലാണ് പ്രണവിനെയും SFI ഏരിയ സെക്രട്ടറി ജയകൃഷ്ണനെയും പോലീസ് വിളിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12ഓടെയാണ് ഇരുവരും സ്റ്റേഷനിലെത്തിയത്. ജയകൃഷ്ണനെ വിട്ടെങ്കിലും പ്രണവിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സ്റ്റേഷനിൽ നിർത്തി. വൈകിട്ടോടെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് മർദ്ദിച്ചതായി പരാതി അറിയിച്ചതോടെയാണ് പ്രവർത്തകർ കൂട്ടമായി എത്തി പോലീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ പ്രണവിനെ സ്റ്റേഷനിൽ നിർത്തിയെന്നും ഭക്ഷണം നൽകിയില്ലെന്നും പ്രതിഷേധിച്ചപ്പോൾ മർദ്ദിച്ചെന്നുമാണ് പരാതി ഉയർത്തുന്നത്. ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്റ്റേഷൻ ഓഫീസർ എത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചു വിട്ടത്. എന്നാൽ മർദ്ദിച്ചെന്നത് തെറ്റായ പ്രചരണമാണെന്നും ചോദ്യം ചെയ്യലിനിടെ തലകറങ്ങി വീണ ഇയാളെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെന്നും സ്റ്റേഷനിലെ CCTV പരിശോധിച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാകുമെന്നും പോലീസ് പറഞ്ഞു. സംഭവം പ്രവർത്തനമായിട്ടുള്ള പ്രണവ് NS കോളേജിലെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവാഴ്ച അനുസരിക്കുന്നു എന്നുള്ള ഒരു പൗരൻ നിലയിൽ പ്രണവ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു ചെയ്തു. അതിൽ നിന്ന് പ്രത്യേകമായി പ്രണവിനെതിരെ തെളിവൊന്നുമില്ല എന്ന് കണ്ടെത്തി അവിടെ GD ചാർജ്, വനിതയായ GD ചാർജ് അവർ പ്രണവിന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നാൽ പെട്ടെന്ന് സിവിൽ ഡ്രസ്സിലുണ്ടായിരുന്ന പോലീസുകാരും SI എല്ലാം വന്ന് ചേർന്നുകൊണ്ട് ഗ്രില്ലടക്കുകയും പ്രണവിനെ കാപ്പ കേസിൽ ചുമത്തുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗ്രില്ലടച്ച് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു.
അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി മാത്രമല്ല പ്രണവിനെ ക്രൂരമായി എസ് ഐയുടെ മുറിയിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മറിച്ച് അവസാന പ്രണവിന് ഭക്ഷണം നൽകാൻ ഉച്ചയ്ക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി പ്രവർത്തകരടക്കം ചെന്നപ്പോൾ അങ്ങനെ ഭക്ഷണം പോലും നൽകാത്ത ഒരു സ്ഥിതി വിശേഷമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം SFIയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടെങ്കിൽ പോലും ആ പ്രണവിനെ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടാനോ കേസ് ചാർജ് ചെയ്യാനോ പോലും ഇതുവരെ കേട്ടിട്ടില്ല. ഈ ദിവസം പറയും പ്രണവിനെതിരെ പോലീസ് ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല. അതിനുശേഷം മറിച്ച് അവസാനാക്കിയ ശേഷം പ്രണവിനെ പോലീസ് ജീപ്പിൽ കയറ്റി ഇവിടെ ചേർത്തല ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയില്ല. അവിടെ കിടത്തിയതിന് ശേഷം BP എല്ലാം കൂടുതലാണെന്ന് ഡോക്ടറെ പറഞ്ഞ് കിടത്തിയതിന് ശേഷം പോലീസുകാർ തിരിച്ചു പോയാണ് ഉണ്ടായത്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു പോലീസ് നയമുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായി സുരക്ഷയും സംരക്ഷണം ഒരുക്കുക എന്നാണ് കേരളത്തിലെ LDF സർക്കാരിൻ്റെ പോലീസ് നയം. ആ പോലീസ് നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും പോലീസ് പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ DYFI, പൊതുപ്രവർത്തകർ, SFI എല്ലാം ഉണ്ടാകും.